the whole South Indian films industry sitting here. ഏത് ഭാഷ പറയണമെന്ന് എനിക്കറിയില്ല. Tamil people, Telugu people, Kannada people and Malayalam people is watching. I mean listening to the speeches. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിക്സ് ചെയ്ത് പറയാം. ഈ സിനിമ ഇപ്പൊ മലയാളത്തിൽ ഇറക്കുക യാത്ര എന്ന് പറയുന്നത് 2004 ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത YS രാജശേഖര റെഡ്ഡി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ പദയാത്രയുടെ കഥയാണ്. പാദയാത്ര എന്നാണ് തെലുങ്കിൽ പറയുന്നത്. ഈ രണ്ടും കൂടെ മിക്സായി പദയാത്ര എന്നാണ് ശരി മലയാളത്തിൽ. തെലുങ്കിൽ അവർ പാദയാത്ര എന്നാണ്. പാദയാത്ര നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ, വികാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തരുന്നു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിത്തീരുന്നു എന്നുള്ള ഒരു കഥയാണ്. ഈ യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന സംഭവഗതികളാണ്. സാധാരണ ഒരാളുടെ ജീവചരിത്ര സിനിമ എന്ന് പറയുമ്പോൾ അത് ക്യാൻ ബി ഫ്രം ദ ബർത്ത്, he was born in such day, this and that and grows, അങ്ങനെ പഠിച്ചു വലുതായി വലിയ ആളായി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അതിൻ്റെ നേതൃത്വം കാണിച്ചിട്ട് തന്നെയാണ് കഥ തുടങ്ങുന്നത്. ഞാനിത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത് നമ്മുടെ തെലുങ്ക് ഭാഷ ചിലപ്പോൾ പല മലയാളികൾക്കും അത്ര അങ്ങോട്ട് മനസ്സിലായിരുന്നില്ല. ഇതൊരു ട്രാൻസ്ലേഷൻ മാത്രമാണ്. ശരിക്കായിട്ടുള്ള പാട്ടുകൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളമാക്കിയിട്ട് കൊടുക്കും. അതും ഞാൻ മലയാളം സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം സംസാരിച്ച് മലയാള സിനിമയിൽ എൻ്റെ ശബ്ദം കേട്ട് പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ വേറൊരാളുടെ ശബ്ദത്തിൽ വേറൊരാൾ എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച ഒരു പടം മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നത്. ഇതാദ്യമാണ്. ഞാൻ മുമ്പ് ഡബ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രത്യേകത വേണം. നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥയും സംഭാഷണങ്ങളും മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. മലയാളം കണ്ടതിന് ശേഷമോ മലയാളം കാണുന്നതിന് മുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും തെലുങ്ക് കൂടെ ഒന്ന് കാണും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തെലുങ്ക് ഭാഷ എങ്ങനെയായിരുന്നു ഞാനങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും, മനസ്സിലാകില്ലെങ്കിൽ സബ്ടൈറ്റിലുണ്ട്. മലയാളവും കാണാം. മലയാളം തെലുങ്ക് അല്ലെങ്കിൽ സബ്ടൈറ്റിൽ കണ്ട് സിനിമ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് മലയാളം കാണാം. ഈ സിനിമ പേരന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ സിനിമ ഇറക്കേണ്ടി വന്നതിന് വേറെ ചില കാരണങ്ങൾ. അതുകൊണ്ടാണ് രണ്ടും ബാക്ക് ടു ബാക്ക് ആഴ്ച കഴിഞ്ഞ് പോയത്. പെരുമ്പല് നൽകിയ സ്വീകരണം കണ്ട് നിങ്ങൾ മറ്റുള്ളവർ പോലും പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് അതുപോലെ സ്വീകരണം ഉണ്ടാകണം. മഹിരാഘവൻ ഡയറക്ടർ പറയുന്നത് രണ്ട് തരത്തിലാണ്, രണ്ട് വേഷമാണ്. രണ്ടും എന്നാൽ കഴിയുന്ന തരത്തിൽ രണ്ട് തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കഥ കാണാം, തെലുങ്ക് കാണാം, എല്ലാം കൂടെ നിങ്ങളുടെ തലയിലോട്ട് ഞാൻ കെട്ടിവെക്കുകയല്ല. പക്ഷെ വേറെ ആർക്ക് വേണ്ടി ഞാൻ അഭിനയിക്കുന്നത് കൊണ്ടില്ലേ, സിനിമയാണ് നമ്മൾ അഭിനയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമകൾ രണ്ടും കണ്ടേ മതിയാവും, വേറെ വഴിയില്ല. പിന്നെ ഇത്രയും അതിഥികൾ ഈ സിനിമയിലെ രഘുപതി ബാബു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഡാഡി ഗിരിജ ഇപ്പൊ ഞാനും കൂടെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മധുരാജയുടെ സമയത്താണ് മധുരാജൻ എൻ്റെ കൂടെ അദ്ദേഹം അഭിനയിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഒരുപാട് തിരക്കുള്ളതാണ്. അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നത് എൻ്റെ അച്ഛനായിട്ടാണ്. പക്ഷെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ്. Coming as my father when I am young, not like me. So feel relaxed. ശരിക്കും എന്നെക്കാൾ പറയാമെന്നാണ് ഈ വെരി യങ്ങർ ടു മീ. കാണുമ്പോൾ തടയിക്കാൻ അരച്ചിട്ടെന്നേ ഉള്ളൂ. അതെന്ന് ഞാൻ കാണിക്കാറുണ്ട് പറയും. അപ്പോ പിന്നെ ഇവരൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഈ KR-ഉം അവരൊക്കെ കുറെ കാലമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഈ നമ്മളെ ഈ എല്ലാവരും കൂടെ ഇപ്പൊ നമ്മുടെ പുതിയ കാലത്തിന്റെ പ്രത്യേകതയാണ് ന്യൂ ടൈം. നമ്മുടെ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ all are joining together for a movie and they are all watching the same movie. Malayalam films are watching in Telugu, Tamil and in Telugu and Tamil translation. Malayalam actor is acting in Tamil, acting in Hindi, acting in Telugu. Our Yash film is running successfully in Kerala. These are all good signs. Unity, people think alike. സോ അപ്പൊ നമുക്ക് അങ്ങനെ അവർക്കോ നമുക്കോ ഒന്നും അങ്ങനെ ഒരു വ്യത്യാസമില്ല. നമ്മുടെ പടങ്ങൾ അവർ കാണുന്നു, നമ്മൾ അഭിനയിച്ച പടങ്ങൾ അവരെ കാണുന്നു. തെലുങ്ക് സിനിമയിലും നമ്മൾ അഭിനയിച്ച സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്നു, തമിഴിൽ ഓടുന്നു. കന്നഡ പടം ഇവിടെ തമിഴിലേക്ക് മൊഴി മാറ്റി ഇവിടെ ഓടുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ വലിയ ഐക്യമാണ്.
നമ്മുടെ ഒരു വലിയ വലിയ മനസ്സുകളാണ് നമ്മളെല്ലാ സൗത്ത് ഇന്ത്യൻസും. ഞാൻ ഒരാളെ മാറ്റി പറയുന്നില്ല. ഓൾ സൗത്ത്, ഓൾ ആർ വാച്ചിങ് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഒക്കെ ഓൾ സ്റ്റേറ്റിൽ ഡിഫറെന്റ് ലാംഗ്വേജ്, ബട്ട് സ്റ്റിൽ ദേ ഓൾ വാച്ച്. ദാറ്റ് ഇസ് എ യൂണിറ്റി. അതൊരു വലിയ, അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പല ഭാഷകളും നമുക്ക് അറിയാൻ പാടില്ല, മനസ്സിലാവില്ല. ഇപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിന് ഇങ്ങനെ ഒരു വലിയ മൾട്ടിലിംഗ്വൽ ലുക്കുള്ളത്. എല്ലാവരും പേരൻപ് കണ്ടവർക്ക് വേണം ഒന്നുകൂടെ കാണാം. ഈ സിനിമയും രണ്ട് സിനിമ കാണേണ്ടി വരും. 2 സിനിമ കാണേണ്ടി വരും. ഇവിടെ തെലുങ്ക് പ്രിന്റബിൾ കമോൾസ്, തെലുങ്ക് ഓൾസോ റിലീസ്, ബോത്ത് രണ്ടും ഉണ്ടാവും. അത് തിയേറ്റർ നോക്കി മാറിപ്പോയിരുന്നാൽ മതി. വായിച്ചാൽ യാത്ര ചെയ്തൊക്കെ എഴുതിയിരിക്കുന്ന സെയിം ആണ്. രണ്ട് നമ്മുടെ ത്രായൊക്കെ തന്നെയാണ് തെലുങ്കിൽ. അപ്പോൾ മാറിപ്പോകരുത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ മുഖമൊക്കെ നടന്ന് വെയിൽ കൊണ്ട് കരിവാളിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അന്നം കിട്ടും. പിന്നെ നടന്ന് കരിവാളിച്ച മുഖമായിരിക്കണമെന്ന് ഡയറക്ടറോട് കുറച്ച് കരി അടിച്ചിട്ടുണ്ട്. പിന്നെ കാല് വയ്യ, അങ്ങനത്തെ ഒരുപാട്. ഈ സിനിമയുടെ ഈ കഥ നമ്മൾ ആദ്യാവസാനം അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവന്റ് ബേസ്ഡ് കഥയാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു, ആന്ധ്രാപ്രദേശിലെ നേതാവായിരുന്നു. അദ്ദേഹം ഇലക്ഷന് അഭിമുഖീകരിക്കുന്നതും നേതൃസ്ഥാനത്തേക്ക് വരുന്നതും അതിപ്പോ ഏത് നായകനായാലും എങ്ങനെ ഒരു നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് പോയി ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ തെരഞ്ഞെടുത്ത ഒരു നേതാവ് എങ്ങനെ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള ഒരു കഥ ഈ രാജശേഖർ റെഡ്ഡിയുടെ കഥ തന്നെ ആവണമെന്നില്ല. ഏത് നേതാവിൻ്റെയും കഥയാണ്. ഏത് നേതാവിൻ്റെ കഥയായാലും നമുക്ക് മനസ്സിലാവും. ആ തരത്തിലാണ് ഈ സിനിമ എടുത്തത്. ഏത് ഭാഷയിലായാലും ഏത് നാട്ടിലായാലും ഇങ്ങനെയുള്ള ഒരു നേതാവിനെ നമ്മൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവിൻ്റെ കഥയാണ്. അതുകൊണ്ട് മലയാളം മാത്രം കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തെലുങ്ക് കണ്ടാൽ നമ്മൾ തെലുങ്ക് പറഞ്ഞുകൊണ്ട് കേൾക്കാം, അത് ഫ്രീ. വളരെ സന്തോഷം. ഇത് ഇത്രയും ആളുകളൊക്കെ വന്ന് ആക്ച്വലി താങ്ക് യു. ഇത്രയും കന്നഡൻ ഇവിടെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പടയോടുകൂടി ഒരു സന്തോഷം കൂടെ ഉണ്ട്. ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ് യു ഫോർ KGF സക്സസ്. ഇയാൾക്കൊരു മലയാള സിനിമയിലേക്ക് അഭിനയിക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ആർ വെൽക്കം ടു മലയാളം ഫിലിം. നിങ്ങൾക്കൊക്കെ ചില നോട്ടിൽ കറക്റ്റായിട്ട് വരും. അതായത് ഇതിൽ കൂടുതലൊക്കെ സംസാരിച്ചിട്ട് പകുതി അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഫുള്ളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയി പോകും. ഐ തിങ്ക് യു ആർ ഫോളോയിങ് മീ ടു എൻ എക്സ്റ്റെന്റ്. ഓക്കെ ഓക്കെ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു സ്പീക്ക് ഇൻ മലയാളം. വളരെ സന്തോഷം. താങ്ക് യു ഓൾ കമ്മിങ് ആൻഡ് ജോയിനിങ് അസ് ഫോർ ദിസ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട്. ഈ മലയാളം എന്ന് പറയുന്നത് തെലുങ്കിൻ്റെ ഡബിംഗ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ഇങ്ങനെ ഉള്ള വാക്കുകളിൽ പരിചയം കുറവാണെങ്കിൽ ഇതൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് ഞാൻ അനുഭവം നല്ലതോ ചീത്തമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വളരെ സന്തോഷം. എല്ലാവർക്കും സിനിമ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടാൽ തിരക്കില്ല എന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. ബാക്കി ഇത് അവിടെ ആന്ധ്ര തെലുങ്കാന റിലീസ് വലിയ സംഭവങ്ങളൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊരാൾ അവിടുന്ന് അമേരിക്കയിൽ ഈ പടം ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് പ്രീ ലോഞ്ച് ഉണ്ടായിരുന്നു. സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ടിക്കറ്റ് ലേലം വെച്ചു. ആദ്യത്തെ ടിക്കറ്റ്, ആ ഫസ്റ്റ് ഷോയുടെ ടിക്കറ്റ്, ഫസ്റ്റ് ടിക്കറ്റ് ലേലം വിളിച്ചിട്ട് $6,116 അത് വലിയ അത്ഭുതമായിട്ട് തോന്നി. പക്ഷേ അവർ ആ സിനിമ $12 ടിക്കറ്റ് വില. ഈ $12 മാത്രമേ ഇതിന്റെ പ്രൊഡ്യൂസർ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ രാജശേഖർ റെഡ്ഡിയുടെ പേരിലുള്ള ഒരു വലിയ ജീവകാരുണ്യ സംഘടനയ്ക്ക് കൊടുക്കുക. എല്ലാ ടിക്കറ്റിനും അങ്ങനെയാണ്. അപ്പൊ അതൊരു വലിയ സേവനമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ചില സന്തോഷ വാർത്തകളുണ്ട്. ഇപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശിൽ വലിയ ബുക്കിംഗ് ഒക്കെ ആണെന്ന് പറയുന്നു. അതിൻ്റെ മറ്റേ ബുക്ക് മൈ ഷോയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനിയും നല്ല പടങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായ സിനിമകൾ നമുക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടാവട്ടെ. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും. അല്ലെ, ഹിന്ദിയിലായാലും പറയാൻ പറ്റില്ല. വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല ദിവസം. Should respect that land, their culture and their language. So I wanted to talk in Malayalam. So I've been really putting an effort, but I'm really sorry. It's being a little tough for me to learn Malayalam, but I will eventually. I'll pick it up. So right now I'll
talk to you in English, so please forgive me. I think to understand Malayalam or to learn Malayalam, we need sense, sensibility, and that I'll get it eventually. So I'm very happy to be part of this prestigious event, especially to share the dais with such dignitaries, Mammootty sir, Mamuka. So it's not easy to entertain people for 4 decades and still be in demand and still doing such wonderful work. So you are a true inspiration, sir. And Jagapati Baba sir. Been watching him since, I don't know, since my childhood. Especially recently I saw his trailer. I didn't see the film, Junior NTR's one film. Aravind Samad, you were amazing, sir. I wanted to watch that film, but I couldn't. But I'll watch it soon. But the kind of roles you've been doing of late is like amazing. Thank you, sir. Thank you very much for entertaining us. And to launch this, when they invited me to launch this trailer, I was like, why me? Because Mamuka is such a senior actor, and when I have to launch this trailer here in Malayalam, especially, I'm a very new person here, but the way you people have received our film, KGF has done very well in Kerala, so that shows you people have always, love and respect to the work, the real work. So thank you so much for respecting our work. And I always believe in one thing: people are never biased. Cinema is one such thing where it doesn't matter which language you speak, which religion you belong to. Once you get into theatre, you watch somebody's work, and if you like that person, you own it. And that's what has happened in Kerala. People have really loved our film and they have owned it. So thank you very much, and thank you, sir, KR sir, for presenting our film here. And this film looks amazing. Especially, it's not easy to shoot with such a massive crowd, because we have gone through that. Sir, it looks really huge, amazing. And I am very curious because it's very difficult subject to handle. But when I saw the trailer, it's more like a particular event than the whole biopic of this thing. So I'm very curious. I'm sure it will be good. It's very promising. So I wish you a great success. Thank you very much for having me here. Thank you so much, Yash.